നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലാം, ഏറെ ജനപ്രിയനായ ഒരു രാഷ്ട്രീയ നേതാവാണ് ശശി തരൂർ. എന്നാൽ ഈ അടുത്ത കാലത്തായി അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും പ്രവർത്തികളും എല്ലാം കോൺഗ്രസിനെതിരെ പറയുന്ന ഒരു രീതിയിലേക്കും, എന്നാൽ BJP-യെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും എല്ലാം ചേർന്ന് നിൽക്കുന്ന തരത്തിലുമൊക്കെയാണ്. ഇപ്പൊ ഈ ഏറ്റവും ഒടുവിലായി അദ്ദേഹം സ്വയം മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് ഭൂഷിതമാണ് എന്ന രീതിയിൽ ചില സമൂഹ മാധ്യമങ്ങൾ ചില പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുമുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? അദ്ദേഹം BJP-യിലേക്ക് പോകുമെന്നാണോ, അതേ കോൺഗ്രസിനെ ഒരു പ്രതിസന്ധിയിലാക്കുക എന്ന ഒരു ഇതാണോ? എന്താണ് തോന്നുന്നത്? എനിക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം, അതായത് സാധാരണഗതിയിൽ BJP-യോട് ആഭിമുഖ്യം പുലർത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏതൊക്കെ കാര്യത്തിലാണ് BJP-ക്ക് ആഭിമുഖ്യമുള്ള രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്? ഒന്ന്, ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. അദ്ദേഹം ദേശീയതയുമായി ബന്ധപ്പെട്ട് സന്ധി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റ് ആൾക്കാരൊക്കെ 4 വോട്ടിലോ ഏതെങ്കിലും ഒരു സീറ്റിലോ ഒക്കെ വേണ്ടി ദേശീയതയും ഭാരതത്തെയും ഒക്കെ തള്ളിപ്പറയുമ്പോൾ അദ്ദേഹം യുദ്ധമുണ്ടായപ്പോൾ പോലും രാഹുൽ ഗാന്ധി പോലും രാജ്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, രാജ്യത്തെ സംവിധാനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, രാജ്യത്തിന്റെ സേനയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോഴും അദ്ദേഹം രാജ്യത്തോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ്. പിന്നെ മോദിയുടെ ലീഡർഷിപ്പിൽ ഭാരതം മുന്നേറുന്നത് അത് കണക്കുകളും കൃത്യവുമാണ്, അത് കൃത്യമായ വിവരങ്ങളാണ്. ആ വിഷയങ്ങൾ വരുമ്പോഴാണ് അദ്ദേഹം അതിനൊപ്പം നിൽക്കുന്നത്. അതിൽ നിന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് BJP-യിലേക്ക് പോകാനല്ല എന്ന്. അദ്ദേഹം BJP-യിലേക്ക് പോകില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പല ഘട്ടങ്ങളിലും പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നോക്കൂ, അദ്ദേഹം ഒരു നന്നായി കാര്യങ്ങളെ വിലയിരുത്തുന്ന, നന്നായി വിവരങ്ങൾ സംസാരിക്കാൻ അറിയുന്ന മിടുക്കനായ ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദേശീയതയോട് സന്ധി ചെയ്യുന്നില്ല എന്നതുകൊണ്ട് BJP-യിലേക്ക് പോകുന്നുവെന്നോ, മോദിയോട് അനുകൂലം അല്ലെങ്കിൽ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരാൾ നല്ലത് ചെയ്താൽ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്താതിരിക്കുന്നത് കൊണ്ടോ അദ്ദേഹം BJP-യിലേക്ക് പോകുന്നു അല്ലെങ്കിൽ സംഖ്യയാകുന്നു എന്നതിന് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയും ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ ഈ AICC പ്രസിഡന്റ് ആകാൻ പോലും യോഗ്യതയുള്ള ഒരാളായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നന്നായി സംസാരിക്കാൻ അറിയുന്ന, നിരവധി ഭാഷകൾ അറിയുന്ന, രാഷ്ട്രീയത്തിൽ പരിണതപ്രജ്ഞനായി നിൽക്കുന്ന, ഏത് കാര്യവും വ്യക്തമായും കൃത്യമായും ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന അദ്ദേഹത്തെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ അതിനു പകരം നെഹ്റു കുടുംബത്തിന്റെ പപ്പറ്റുകളായ ചിലരെ കൊണ്ടുവന്ന് അവരോധിക്കുകയും അതുവഴി കോൺഗ്രസിനെ തകർക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ നെഹ്റു കുടുംബത്തിന് ശേഷം കോൺഗ്രസ് വേണ്ട എന്ന പോലും ചിന്തയുള്ള ചില ആൾക്കാർ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെ പോലുള്ള ഒരാളെ ഒരു കാലത്തും അദ്ദേഹം മുൻനിരയിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്നു. പൊതുവെ രാഷ്ട്രീയത്തിൽ എല്ലാം അങ്ങനെ തന്നെയാണ്. ബുദ്ധിയും വിവരവും കാര്യപ്രാപ്തിയും കഴിവുമുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് വരരുത് എന്ന് അവിടെയുള്ള മറ്റ് രാഷ്ട്രീയ സംഘടനകളിലുള്ള ചെറിയ ചെറിയ അറിവുള്ള, എന്തോ മഹാസംഭവമാണെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ വിവരമില്ലാത്ത, തന്റെ കഴിവിൽ ആത്മവിശ്വാസമില്ലാത്ത, കഴിവില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ശശി തരൂരിന്റെ കാര്യത്തിലും അത്തരത്തിലൊരു പെരുന്തച്ചൻ കോംപ്ലക്സ് എന്ന് പറയില്ല, അത്തരമൊരു സിൻഡ്രോം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഒരുപക്ഷെ കോൺഗ്രസിനെ നയിക്കാൻ, ഇന്ന് കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്ന അപജയത്തിൽ നിന്ന് കോൺഗ്രസിനെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കഴിയുന്ന അദ്ദേഹത്തെ പോലുള്ള ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോലും, ദേശീയ തലത്തിൽ പോലും അധികാരത്തിൽ വരാൻ പോലും സാധ്യത ഉണ്ടായിരുന്നു. കാരണം പ്രധാനമന്ത്രി മോദിക്ക് എതിരായി നിൽക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് എതിരിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇല്ല എന്നിടത്തു നിന്നാണ് നമ്മൾ ഇത് ചിന്തിക്കുന്നത്. അപ്പോ നെഹ്റു കുടുംബത്തിന്റെ താല്പര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് അതാണ് രാഷ്ട്രീയം, അതാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, ആ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പല ചെയ്തികളെയുമാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. ഇവിടെ നോക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം യോഗ്യനാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ അദ്ദേഹം ഒരു സർവേ ഫലം മുമ്പോട്ട് വെച്ചിരുന്നു. ആ സർവേ ഫലം അദ്ദേഹം തന്നെ എക്സിലൂടെയാണ് പറഞ്ഞത്. കൈമുപ്പുന്ന ഒരു ഇമോജിയോട് കൂടിയാണ് ഇട്ടിട്ടുള്ളത്. അടുത്ത മുഖ്യമന്ത്രിയാകാൻ താൻ യോഗ്യനാണ് എന്ന സർവേ ഫലമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അതും 28.3% പേർ ഈ സർവേയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആ സർവേ ഫലം വ്യക്തമാക്കുന്നത്. ആ സർവേ ഫലം UDF-ൽ നിന്ന് അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, വേറെ ആരാണ്? നമ്മളൊക്കെ ജേർണലിസ്റ്റുകളാണ്. വേറെ ആരാണ് UDF-ൽ നിന്നും കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനായി എന്ന് ചിന്തിക്കാൻ കഴിയുന്നത് ആരാണ്? കെ മുരളീധരൻ ഒരു പരിധി വരെയൊക്കെ ചിന്തിക്കാമെങ്കിലും കെ മുരളീധരനും ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ വക്താവായി പോകുന്നത് കൊണ്ട് അതിനും സാധ്യതയില്ല. പക്ഷെ അതിനും അപ്പുറം ഒരുപക്ഷെ വളരെ പ്രാഗൽഭ്യത്തോടെ കോൺഗ്രസിനെ നയിക്കാൻ പറ്റുന്ന, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ കഴിയുന്ന ആൾ തന്നെയാണ് അദ്ദേഹം.
അക്കാര്യത്തിൽ സംശയമില്ല. ഒരു പക്ഷേ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നവർ പോലും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയാൽ വലിയ രീതിയിലുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുകയും ഒരുപക്ഷെ ഭരണം പിടിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ വി ഡി സതീശനെ പോലുള്ളവരോ മറ്റുള്ളവരെ വെച്ചുകൊണ്ട് എത്ര കാലം കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പലരും പറയുന്നത്, വി ഡി സതീശനെ പോലുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും പലരും പറയുന്നത് ഇനിയും CPM തന്നെ അധികാരത്തിൽ വരും എന്ന് ചിന്തിക്കാനുള്ള കാര്യം ഉണ്ടാകുന്നത്. സത്യത്തിൽ കഴിഞ്ഞ തവണ തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോ ആ ഭരണവിരുദ്ധ വികാരത്തെ വോട്ടാക്കാൻ കഴിയുന്ന, ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നത് അനിവാര്യമായ ഘടകം തന്നെയാണ്. ഒരു ലീഡ് ചെയ്യാൻ ഒരാൾ ഉണ്ട് എന്നുള്ളത് വളരെ അനിവാര്യമായ ഘടകമാണ്. കേരള വോട്ട് വൈപ്പ് എന്ന സ്വകാര്യ ഏജൻസി നടത്തിയ സർവേയിലാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. 28.3% പേർ അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ഭരണവിരുദ്ധ വികാരത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ആ സർവേയിൽ പങ്കെടുത്ത 62%-ലധികം പേർ പറഞ്ഞത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ള MLA-മാരൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. ഏതാണ്ട് 23% മാത്രമാണ് നിലവിലുള്ള MLA-മാർ തുടരണമെന്ന് പോലും ആഗ്രഹിക്കുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഈ സമയത്ത് കോൺഗ്രസ് ഗ്രൂപ്പിസം ഒക്കെ മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പിസം ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന ചിന്തയോടുകൂടി ഇനിയും പ്രവർത്തിച്ചാൽ തീർച്ചയായും കോൺഗ്രസിന് അധികാരത്തിലെത്താൻ തന്നെ കഴിയും. കേരളത്തിൽ BJP പിടിക്കുന്ന ഓരോ വോട്ടും കോൺഗ്രസിന്റെ ശവപ്പെട്ടിക്ക് ആണിയടിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കോൺഗ്രസിന് ഇനി ഫലപ്രദമായി മുന്നേറണമെങ്കിൽ ശശി തരൂരിനെ പോലെ ഒരാൾ വരണം. ഇനി ഒരു പക്ഷേ ശശി തരൂരിനെ പോലെ ഒരാളെ ഇവർ ഇനി പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ കൂടി പക്ഷെ ശശി തരൂരിനെ BJP പോലും അംഗീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ, ഇപ്പോ പണ്ടൊക്കെ അദ്ദേഹത്തോട് ഉണ്ടായിരുന്ന ഒരു എതിർപ്പ് BJP അണികൾക്കിടയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം ദേശീയതയെ സംബന്ധിച്ചും, കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിനപ്പുറം, RSS പോലുള്ള സംഘടനയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിനപ്പുറം അവർ ദേശീയതയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദേശീയതയ്ക്ക് അനുകൂലമായി സംസാരിക്കുന്നു എന്നുള്ളത് വലിയൊരു വിഭാഗം ആരാധകർ അദ്ദേഹത്തിന് ഉണ്ടാക്കാനുള്ള കാരണമായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം അടിയന്തരാവസ്ഥയ്ക്കെതിരെയും പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് സഞ്ജയ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ നടത്തിയത് വലിയ പാതകമാണ്. സഞ്ജയ് ഗാന്ധി നടത്തിയത് കൊടുക്രൂരതയാണ്. ഇന്ദിരാഗാന്ധിയുടെ കർക്കശമായ നിലപാടുകൾ പലപ്പോഴും അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായി എന്നും അടിയന്തരാവസ്ഥയുടെ പേരിൽ നെഹ്റു കുടുംബത്തിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരുമ്പോൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അടിയന്തരാവസ്ഥ ഇരുണ്ട കാലഘട്ടമാണ് എന്ന് പറയാൻ അദ്ദേഹം ധൈര്യം കാണിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സത്യത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും അന്ധമായി അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി രംഗത്തിറങ്ങുമ്പോഴാണ് ചെയ്ത തെറ്റുകൾ ഓരോന്നായി, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ ഓരോന്നായി തിരുത്തേണ്ടത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പോസിറ്റീവായ ഒരു രാഷ്ട്രീയ സമീപനം അദ്ദേഹം എടുക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇവിടെ നോക്കൂ, അടിയന്തരാവസ്ഥയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇരുണ്ട കാലഘട്ടമാണ്, അതുപോലെ തന്നെ ഇന്ത്യയിൽ സഞ്ജയ് ഗാന്ധി നടത്തിയത് കൊടും ക്രൂരതയാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് കർശന നടപടികൾക്ക് നിർദ്ദേശം നൽകിയതും നിർബന്ധം പിടിച്ചതും ഇന്ദിരാഗാന്ധിയാണ് എന്നും വിമർശനം ഉന്നയിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം പൊതുജീവിതത്തെ അടക്കം ഭയാനകതയിലേക്ക് നയിച്ചു എന്ന ഗുരുതരമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയും എന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ തീരുമാനമെന്നും അതൊരു തെറ്റായ തീരുമാനമായിരുന്നുവെന്നും, വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങൾ, തടങ്കലിലെ പീഡനം, അതുപോലെ തന്നെ ഇതൊന്നും പുറം ലോകം അറിഞ്ഞിട്ടില്ല, എന്തൊക്കെയാണ് സംഭവിച്ചത് അടിയന്തരാവസ്ഥയിൽ നിന്ന് പുറം ലോകം അറിഞ്ഞിട്ടില്ല എന്ന വിശദമായ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ നോക്കും, മാധ്യമങ്ങളും പ്രതിപക്ഷവും പോലും തടവിലായിരുന്നുവെന്നും അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ നിന്ന് അദ്ദേഹം പറ്റിപ്പോയ തെറ്റുകൾ, കോൺഗ്രസിനെ എവിടെയാണ് പഴിച്ചത്, എന്തൊക്കെയാണ് തെറ്റുകൾ പറ്റിയത് എന്ന് പറയുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതയുടേതായിരുന്നു എന്നും അന്നത്തെ സർക്കാർ ഈ നടപടികൾ ലഘൂകരിച്ച് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും അവരുടെ പാർട്ടിയെ പുറത്താക്കി ജനം രോഷം പ്രകടിപ്പിക്കുകയായിരുന്നു എന്നും, ഇപ്പോഴത്തെ ജനാധിപത്യ ഇന്ത്യയാണ്, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴത്തെ ജനാധിപത്യ ഇന്ത്യയാണ് എന്ന വാക്കുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ജനാധിപത്യമില്ല, മോദിയുടെ സർവാധിപത്യമാണെന്ന് കോൺഗ്രസ് പറയുമ്പോഴും ഇപ്പോഴാണ് ജനാധിപത്യം പുലരുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഏറ്റവും കൃത്യമായി കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയിലേക്കും ഒക്കെ രാജ്യം പോകുന്നു, അല്ലെങ്കിൽ മോദി പോകുന്നു, അല്ലെങ്കിൽ രാജ്യത്തിന് ഒരു നാഥനുണ്ട്, അത് വളരെ കൃത്യമായ ദിശയിലാണ് പോകുന്നതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഏതു നേരത്തും എന്ത് നല്ല കാര്യം ചെയ്താലും വിമർശിക്കുന്നപ്പോ നമുക്കറിയാലോ, മദനിയെ പോലെ ഒരാളെ ജയിലിൽ പിടിച്ചിട്ടപ്പോ കേരളത്തിലെ 140 MLA-മാരും ഒരുമിച്ച് പ്രമേയം പാസാക്കി നിയമസഭയിൽ ഒരുമിച്ചിരുന്നവരാണ്. അപ്പോ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ, അതായത് ഒരു തീവ്രവാദിയെ, അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തെ, അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തെ, അങ്ങനെ ഉള്ള വിഷയങ്ങളിൽ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരുമിച്ച് നിൽക്കേണ്ട
സമയത്ത് രാജ്യത്തെ തള്ളിപ്പറയുന്നവരെ എതിർത്തുകൊണ്ട് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യം എന്താണോ തുറന്നു പറയാൻ ആർജവം കാണിക്കുന്നു. അദ്ദേഹം കൃത്യമായ കാര്യങ്ങളെ വിലയിരുത്തുന്നു. അദ്ദേഹം കൃത്യമായി പറയുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു സാധ്യതയും എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് അതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നേരത്തെ തന്നെ സോണിയാഗാന്ധിയുടെ കണ്ണിലെ കരടാണ് ശശി തരൂർ നമുക്കറിയാം. കാരണം ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായത് മുതൽ അദ്ദേഹം കരടായതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയും കേരളത്തിൽ അതിൽ കൽപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സാധ്യത അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുക എന്നുള്ളത് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, അതിൽ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, അദ്ദേഹം കോൺഗ്രസിന്റെ ലേബലിൽ ജനപ്രതിനിധിയായി ഇരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ കോൺഗ്രസിനെതിരെ അദ്ദേഹത്തിന് പറയാനുണ്ട് എങ്കിൽ അത് കോൺഗ്രസിനുള്ളിൽ പറയാതെ ഇങ്ങനെ പരസ്യമായി പറയുന്നത്, കാരണം കോൺഗ്രസിന്റെ ജനപ്രതിനിധിയായി ഇരിക്കവേ അദ്ദേഹം അത് പറയുന്നത് തെറ്റ് തന്നെയല്ലേ? അല്ല, ഏതൊരു പാർട്ടിക്കും പാർട്ടിക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അല്ലെ പാർട്ടിയെ വിമർശനാത്മകമായി പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ തന്നെയാണ്. പക്ഷെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അവരാണല്ലോ പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനാധിപത്യം പുലരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. മറ്റ് രണ്ട് സംവിധാനങ്ങൾ ഇപ്പൊ CPM ആണെങ്കിലും BJP ആണെങ്കിലും കേഡർ സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറയുമ്പോഴും കോൺഗ്രസിന് ആർക്കും എന്ത് പറയാം, അത് ജനാധിപത്യമുണ്ട്, അവിടെ ആർക്കും ആ സ്വന്തം അഭിപ്രായം പറയാമെന്ന് പറയുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അദ്ദേഹം കോൺഗ്രസുകാരനായി പോയി അത് കോൺഗ്രസ് സീറ്റിൽ മത്സരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹം തുറന്നു പറയാതിരിക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയണം. പിന്നെ കോൺഗ്രസ് ഇതൊക്കെ അഡ്രസ് ചെയ്യാൻ ആരാണുള്ളത്? KC വേണുഗോപാലോ? KC വേണുഗോപാലിനോടാണ് ഇതൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന് ഇത് മനസ്സിലാവുമ്പോ എന്താണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ മിടുക്കനായ ശശി തരൂരിനെ പോലെ ഒരാൾ നിൽക്കുമ്പോഴാണ് നെഹ്റു കുടുംബത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി പാർട്ടിയുടെ തന്നെ ഏറ്റവും വലിയ കീ പോസ്റ്റിലേക്ക് KC വേണുഗോപാൽ അടക്കമുള്ളവർ എത്തുന്നത്, ഇരിക്കുന്നത്. എന്ത് പാരമ്പര്യമാണ് അല്ലെങ്കിൽ എന്ത് കഴിവാണ് അദ്ദേഹത്തിനുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ ശശി തരൂരിനെ വെച്ച് നോക്കുമ്പോ എന്താണ് മുന്നോട്ട് വെക്കാനുള്ള ഒരു കഴിവ്? ഒന്നുമില്ല. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും പല പെട്ടിയെടുപ്പുകാരും ഇങ്ങനെ തന്നെയാണ് എല്ലാ രാഷ്ട്രീയത്തിലും. ഒരു പാർട്ടിക്കും അതിൽ വ്യത്യാസമില്ല കേട്ടോ. നേതാക്കന്മാരുടെ പെട്ടിയെടുക്കുകയും നേതാക്കന്മാരുടെ ചെരുപ്പ് മുതൽ പെട്ടി വരെ താങ്ങുന്നവരാണ് പലരും. ഒരു സംശയം അക്കാര്യത്തിലില്ല. അല്ലാതെ സ്വന്തം ഐഡന്റിറ്റി ഉള്ളവർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും കുറവ് മാത്രമേ ഉള്ളൂ. യാതൊരു സംശയം അക്കാര്യത്തിലില്ല. അല്ലാത്തവരെ പാർട്ടിക്ക് വേണ്ടതാണ്. അത് വേറൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പെട്ടിയെടുപ്പുകാരായി വന്നിട്ടുള്ളവരല്ലാതെ സ്വന്തം ഐഡന്റിറ്റി കൊണ്ടോ സ്വന്തം കഴിവ് കൊണ്ടോ രാഷ്ട്രീയത്തിൽ ഉദിച്ചു വന്നിട്ടുള്ള ഒരാളെയും ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ വളരെ വിരലിൽ ഉണ്ടാകുന്നവർ പോലും ഉണ്ടാകില്ല. കാരണം ഒരു സീറ്റ് കിട്ടാനാണെങ്കിലും അല്ലെങ്കിൽ മുമ്പോട്ട് പ്രവർത്തനം നടത്താനാണെങ്കിലും ഇതൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് രാഷ്ട്രീയത്തിന്റെ ഉള്ളുകളികൾ അറിയുന്ന ആൾക്കാർക്കറിയാം. 10 പ്രോഗ്രാമിന് വിളിക്കാതിരുന്നാൽ മതി. 10 ഇപ്പൊ നന്നായി സംസാരിക്കുന്ന ഒരാളെ ഒരു പരിപാടിക്ക് വിളിക്കാതിരുന്നാൽ മതി. അയാളെ ഏതെങ്കിലും അപ്രധാനമായ പോസ്റ്റിലേക്ക് നിയമിച്ചാൽ മതി. അപ്പോ അങ്ങനെയുണ്ടെങ്കിൽ അയാളെ ഇല്ലാതാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ പോസിറ്റീവ് പൊളിറ്റിക്സിനോ അല്ലെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങൾക്കോ ചിന്തകൾക്കോ കഴിവിനോ ഒരു മാനദണ്ഡമില്ല. അത്തരം കഴിവുകൾക്ക് ഒരു അംഗീകാരം കിട്ടുന്ന പതിവില്ല എന്ന് വളരെ കൃത്യം. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും, ഒരു രാഷ്ട്രീയ BJP അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അത് തന്നെയാണ് സംഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ശശി തരൂരിനെ പോലെ ഒരാൾ മാറി നിൽക്കേണ്ടി വരുമ്പോ, ശശി തരൂരിനെ പോലെ ഒരാളെ നിരന്തരമായി തഴഞ്ഞിടുമ്പോ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം ഇപ്പൊ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും ഓരോ കാലിബർ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയുണ്ട്. അപ്പൊ അത്തരം മേഖലകളിൽ അവരെ തളച്ചിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത്തരം മേഖലകളിലേക്ക് എത്തപ്പെടാതിരിക്കാൻ വേണ്ടി അവരെ തടയുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായി അദ്ദേഹത്തിനും ഉണ്ടാകാം. അത് ആർക്കും ഉണ്ടാകാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കഴിവുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവിനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല നേതാക്കന്മാരെ വളർത്തിയെടുക്കുകയും അവരുടെ കഴിവുകൾ സമൂഹത്തിനും പാർട്ടിക്കും വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ ഫലം കാണുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നന്നാകുന്നത്. അല്ലെങ്കിൽ സ്വന്തം പെട്ടിയെടുപ്പുകാരെയും ചെരുപ്പ് അതിന്റെ വാറ് തുന്നുന്നവരെയും അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും എന്ത് ചെയ്താലും അതാണ് ശരി, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതാണ് ശരി എന്ന് പറയുന്നവരെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ആത്യന്തികമായ രാഷ്ട്രീയത്തിനും സംഘടനയ്ക്കും ഒക്കെ നാശവും നഷ്ടമേ ഉള്ളൂ. വ്യക്തിയല്ല സംഘടനകൾ എപ്പോഴും സംഘടനയുടെ ഗുണത്തിനും ജനങ്ങളുടെ ഗുണത്തിനും ഉള്ളതാവണം, വ്യക്തികളുടെ ഗുണത്തിനുള്ളതാവരുത്. അതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പലപ്പോഴും ഗുണനിലവാരം കുറഞ്ഞവയോ അല്ലെങ്കിൽ അവർക്ക് മുൻപന്തിയിലേക്ക് എത്തപ്പെടാൻ കഴിയാതെ വരികയും ചെയ്യുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.